Mark your attendance now. Please mark your attendance and take your textbook. In our previous class, we were discussed about our body parts and keep clean. Okay, we discussed these two portions in our previous class. First one, this is me, and next one, my body. And we studied about our body parts. നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ബോഡിയിൽ കുറെ എന്താണ് പാർട്സ് ഉണ്ട്, ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പേജ് നമ്പർ 108 ആണ് പേജ് നമ്പർ. സോറി 107 ആണ് മൈ ബോഡി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 108 keep clean. We study how to keep always clean. What are the good habits? How to keep always clean. എല്ലാ സമയത്തും എപ്പോഴും എങ്ങനെയാണ് നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറെ പഠിച്ചു. എങ്ങനെയൊക്കെയാണ് നല്ല നീറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചില്ലേ. Keep clean always. എന്തൊക്കെയാണ്? Brush your teeth, wash your hands, have a bath, trim your nails, comb your hair, wear clean clothes. We always follow these rules in our life. Brush our teeth every day, twice in a day. We want to brush our teeth twice in a day. 2 തവണ നമ്മൾ ബ്രഷ് ചെയ്യണം അല്ലേ. Before eating our breakfast once and after eating our dinner. So 2 times we brush our teeth twice in a day before eating breakfast. ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പല്ലേ. Then after eating our dinner at night. രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ 2 times ബ്രഷ് ചെയ്യണം അല്ലെ. Brush your teeth twice in a day. Then wash your hands. Always wash your hands, and especially before and after eating. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അല്ലെ. Before and after eating we wash our hands. Okay, so brush our teeth always. Brush our teeth twice in a day, in the morning and at night. In the morning before eating breakfast, at night after eating your dinner. Brush our teeth twice. 2 തവണ അല്ലെ in a day. How to brush our teeth? എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത്? നന്നായിട്ടൊന്ന് കാണിച്ചേ. എങ്ങനെയാ നമ്മൾ ബ്രഷ് ചെയ്യാറ്? എങ്ങനെയാണ്? അങ്ങനെയാണല്ലേ വെച്ചു. അഭിജിത്ത് എല്ലാരും കാണിക്കുന്നുണ്ട്. അനുശ്രീ, ആൻവി, മുഹമ്മദ് സഹൽ, ഓക്കെ ദക്ഷിത്ത്, ഓക്കെ ഈവ, ഓക്കെ കശ്യപേ എങ്ങനെയാ ബ്രഷ് ചെയ്യുന്നത്? ഓക്കെ കശ്യപ്. ഋഷിദേവേ നമ്മൾ എങ്ങനെയാ ബ്രഷ് ചെയ്യാ? ഋഷിദേവ്, how to brush? Okay. So brush our teeth twice in a day. Okay, in the morning and at night. In the morning before eating breakfast, at night after eating our dinner. The next one, wash your hands. Wash your hands always. To be clean, our hands always. And wash your hands before and after eating meals. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അല്ലെ. നന്നായിട്ട് കൈകൾ കഴുകണം അല്ലെ. എപ്പോഴൊക്കെയാണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും. എല്ലാ സമയത്തും കൈകൾ നന്നായിട്ട് കഴുകുക അല്ലെ. പുറത്തൊക്കെ പോയിട്ട് വന്നാല്, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാ, പുറത്തൊക്കെ പോയി വന്നാല് നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. പിന്നെ എവിടെയെങ്കിലും പൊടിയിലും മണ്ണിലും ഒക്കെ കളിച്ചിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് കൈ കഴുകണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് കൈകൾ കഴുകുക അല്ലെ. So wash your hands before and after eating. So wash your hands. The next one, have a bath. We want to take a bath every day. Okay, every day take a bath. We have a bath at least once. അല്ലെ. ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം കുളിക്കുക അല്ലെ. 1, 2, 3 എത്ര തവണ വേണമെങ്കിലും കുളിക്കാം. 2 തവണയും 3 തവണയും ഒക്കെ കുളിക്കുന്ന ആളുകൾ ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് രാവിലെയും വൈകുന്നേരവും കുളിക്കാറുണ്ട്? നോക്കട്ടെ എത്ര പേര്. ദക്ഷിണ കുളിക്കാറുണ്ട്. പിന്നെയോ ഈവ തെരേസ്, ആൻഡ്രിയ അൽഫോൺസ്, അനുശ്രീ, ജൂഡ്,
ആർണവ് വിളിക്കാറുണ്ടോ? ആർണവ് ഹെയർ ഒക്കെ കോംബ് ചെയ്ത് നല്ല മോനാവാണ് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി. ആണോ ആർണവേ? ലാമിയ 2 നേരം കുളിക്കാറുണ്ടോ ലാമിയ? യെസ് ഓർ നോ? ആൻവി, വൈഷ്ണവ്, ഓക്കെ, യാൻ ദേവ്, പിന്നെയോ നോക്കട്ടെ വേറെ ആരെങ്കിലും കൈപൊക്കി നിൽക്കുന്നുണ്ടോ? കശ്യപ്, പിന്നെ അതിജിത്തെ എന്ത് ചെയ്യാണ്? അതിജിത്തെ ശ്രദ്ധിച്ചേ ഇവിടെ. ആഷിൽ ദേവ്, ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? 2 നേരം കുളിക്കാറുണ്ട് അല്ലെ? ആലിയ, പിന്നെ ആരാണ്? അമാൻ, ഓക്കെ, എല്ലാവരും. മിസ് ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? അപ്പൊ കൈപൊക്കിയവരെല്ലാവരും അല്ലെ 2 നേരവും കുളിക്കാറുണ്ട്. സോ ഹാവ് എ ബാത്ത് എവ്രി ഡേ, എല്ലാ ദിവസവും കുളിക്കണം അല്ലെ? ഓക്കെ ജൂഡ്, മിസ് കണ്ടു ജൂഡ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാ? 2 നേരം കുളിക്കുക അല്ലെ? ഇന്ന് 2 നേരം കുളിച്ചിട്ട് പിന്നെ 2 ദിവസം കുളിക്കാതിരിക്കാൻ പാടുണ്ടോ? പാടില്ല. ഹാവ് എ ബാത്ത് എവ്രി ഡേ, എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം അല്ലെ? Then trim your nails regularly. മുടങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം? നഖം വെട്ടി വൃത്തിയാക്കണം അല്ലെ? എപ്പോഴും നഖമൊക്കെ നല്ല നീറ്റ് ആക്കിയിട്ട് വേണം വെക്കാൻ. നഖത്തിന്റെ ഇടയിലൊന്നും ചെളിയും പൊടിയും ഒന്നും കയറാൻ വേണ്ടി പാടില്ല. എപ്പോഴും നഖമൊക്കെ വെട്ടി നല്ല നീറ്റ് ആയിട്ട് വേണം നമ്മൾ നടക്കാൻ അല്ലെ? പിന്നെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? നഖമൊക്കെ വായിൽ വെച്ച് കടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ലാന്നാണ് തോന്നുന്നത് അല്ലെ? അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അല്ലെ? എന്ത് ചെയ്യുക? എപ്പോഴും നന്നായിട്ട് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ട് നടക്കുക. വായലൊന്നും വിരലൊന്നും കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നഖത്തിന്റെ ഇടയിലുള്ള ചെളിയൊന്നും നമ്മുടെ വയറ്റില് പോയിട്ട് പിന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്. എപ്പോഴും നല്ല വൃത്തിയായിട്ട് നെയിൽസ് ഒക്കെ ട്രിം ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് വെക്കുക. പിന്നെ കോംബ് യുവർ ഹെയർ. സോ മുടി നന്നായിട്ട് ചീകി ഒതുക്കി നല്ല നീറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ നടക്കാൻ അല്ലെ? എപ്പോഴും നന്നായി മുടിയൊക്കെ ചീകി നല്ല ഭംഗിയാക്കണം അല്ലെ? സോ കോംബ് യുവർ ഹെയർ. ഗേൾസും ബോയ്സും എല്ലാവരും ചെയ്യണം അല്ലെ? ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്ത് ചെയ്യണം? നന്നായിട്ട് ഹെയർ ഒക്കെ കോംബ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കണം അല്ലെ? പിന്നെ വെയർ ക്ലീൻ ക്ലോത്ത്സ്. ഓൾവേസ് വെയർ ക്ലീൻ ക്ലോത്ത്സ്. എപ്പോഴും എന്ത് ചെയ്യാം? നല്ല വൃത്തിയുള്ള ഡ്രസ്സ് വേണം നമ്മള് ധരിക്കാൻ വേണ്ടി അല്ലെ? നല്ല അലക്കി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഡ്രസ്സ് അല്ലെ? എപ്പോഴും അലക്കി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഡ്രസ്സ്, ചെളിയും പൊടിയും ഒന്നും ഇല്ലാത്ത നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല പുതിയ ഡ്രസ്സ് എന്നാണോ? അല്ല, നമുക്കുള്ള ഡ്രസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യാ? എപ്പോഴും നന്നായി അലക്കി ഉണക്കി നല്ല ഭംഗിയില് ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് വേണം നടക്കാൻ അല്ലെ? അല്ലാതെ ചെളിയും പൊടിയും ഒക്കെ ഉള്ളതാണ് എപ്പോഴും ഇടേണ്ടത് അല്ല. നല്ല വൃത്തിയുള്ള വസ്ത്രം വെയർ ചെയ്യാം. ജ്വലിനെ കാണുന്നില്ലല്ലോ മിസ്. ജ്വൽ സിജു എവിടെ പോയി? എവിടെയാണ് പോയത് ജ്വലെ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, so these are the good habits and these are the methods to be follow in our day-to-day life to keep always clean. Okay, first one is brush your teeth and the second one is wash your hands, have a bath, trim your nails, comb your hair and wear clean clothes always. Okay, so then next one എന്താണ്? ഒരു ചെറിയ റൈം ആണ് ഉണ്ടായിരുന്നത് അല്ലെ? നമ്മളത് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ബ്രഷ് 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 അല്ലെ? ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു റൈം ആണ് അല്ലെ? I have a little toothbrush, I hold it very tight, I brush my teeth each morning and then again at night. Okay, this is a rhyme about how to brush our teeth. And listen here, I have a little toothbrush, you all have a little toothbrush. Okay, നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട് അല്ലെ? കുട്ടികൾക്ക് എന്താണ്? ചെറിയതായിരിക്കും ഉണ്ടാവുക മിക്കവാറും അല്ലെ? നമ്മുടെ പാരന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വലുതൊന്നും നമ്മള് കുഞ്ഞുങ്ങൾ എടുക്കാറില്ല. എന്താണ്? ഒരു ലിറ്റിൽ ടൂത്ത് ബ്രഷ് ആണ് ഉണ്ടാവുക അല്ലെ? ചെറിയ ടൂത്ത് ബ്രഷ് ആണ് ഉണ്ടാവുക. I hold it very tight. How to hold? We hold it very tight. നല്ല
മുറുക്കെയാണല്ലേ പിടിക്കുക, ലൂസാക്കി പിടിച്ച ബ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണ്ടല്ലേ ബ്രഷ് ചെയ്യാൻ വേണ്ടി. Then I brush my teeth each morning. എല്ലാ ദിവസവും രാവിലെ അല്ലെ, ഈച്ച് മോർണിംഗ്, ഓരോ ദിവസവും രാവിലെ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും അല്ലെ. So we want to brush our teeth twice in a day. We already say that we brush our teeth twice in a day, in the morning and then again at night. Again we brush our teeth at night. Okay, so the first line is I have a little toothbrush. I have a little toothbrush in my hand and I hold it very tight. നല്ല അമർത്തി പിടിക്കുമല്ലേ, നല്ല മുറുക്ക പിടിച്ചിട്ട് എന്ത് ചെയ്യും? I brush my teeth each morning. ഓരോ ദിവസവും രാവിലെ പല്ല് തേക്കും. പിന്നെ എപ്പോഴാണ്? And then again at night. Again at night. വീണ്ടും രാത്രിയിലും ബ്രഷ് ചെയ്യും അല്ലേ. ഓക്കെ, then അപ്പൊ നമ്മള് ബോഡി പാർട്സും എന്തൊക്കെ പഠിച്ചു? How to keep always clean, good habits ഉം പഠിച്ചു. പിന്നെ നെക്സ്റ്റ് വരുന്നത് പേജ് നമ്പർ 110. ഓക്കെ, 110. What I do. ഓക്കെ, ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അല്ലേ, ആക്ടിവിറ്റീസ് ആയിരുന്നു. രാവിലെ എന്ത് ചെയ്യും? After school, at night. What we do in the morning? We brush our teeth in the morning and after school. സ്കൂളിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കിടന്നുറങ്ങാണ് ചെയ്യാറല്ല, എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും അല്ലേ. Then next one, at night we are going to sleep and we go to bed. Okay, then next one, my house. Then next ഫാമിലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് പഠിച്ചു അല്ലേ. grandfather, grandmother and our parent and brother or sister and at last you. Okay, your family members. Okay, about your family. And the next one we learned about your house. What are the important rooms in your house? Okay, page number 112. My house. Okay, നമ്മുടെ വീടിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് അല്ലെ. വീട്ടില് എന്തൊക്കെയാണ്, ഏതൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക എന്നൊക്കെയല്ലേ പഠിച്ചത്. Which are the important rooms in our house? Brian, which are the important rooms in our house? Living room, bedroom, bathroom. Yes, living room, bedroom, kitchen and bathroom. These are the important rooms in our house അല്ലേ. നമ്മുടെ വീട്ടിൽ കുറെ മുറികൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബെഡ്റൂം ആർ ദ ഇമ്പോർട്ടന്റ് റൂംസ്. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട മുറികൾ അല്ലെ. കുറെ മുറികൾ വേറെ ഉണ്ടാവും, എന്നാലും എന്തുണ്ടാവും? ലിവിംഗ് റൂം ഉണ്ടാവും, ബെഡ്റൂമും കിച്ചണും ബാത്റൂമും. ഇത്രയും എന്തായാലും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അല്ലേ. So the next one is our school. My school. About your school. നമ്മുടെ വീടിന് സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ പഠിച്ചത് അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിനെ കുറിച്ച് പഠിച്ചത്? സ്കൂളില് എന്തൊക്കെ ഉണ്ടാവും? പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും, ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ പഠിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ അന്ന്. പിന്നെ എന്ത്, ഇപ്പുറത്തെ പേജിൽ ഒരു ആക്ടിവിറ്റിയും ഉണ്ടായിരുന്നു. Take the things you take to school. Find out the things you take to school. നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ. We already do that. First, books. We want to bring it to our school. Take to school. Books, crayons, lunch box, pencil box, വാട്ടർ ബോട്ടിൽ. ഇത്രയും സാധനങ്ങൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും അല്ലെ. അത് നമ്മൾ ടിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ആനിമൽസ്, പെറ്റ് ആനിമൽസും വൈൽഡ് ആനിമൽസും. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് മിസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത്
നിർബന്ധമായിട്ടും പഠിക്കുക ഏതൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് നല്ല മക്കളായിട്ട് എന്ത് ചെയ്യണം? എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണം എല്ലാവരും. ആർക്കും ഒന്നും തെറ്റിപ്പോകാൻ വേണ്ടി പാടില്ല അല്ലെ? നന്നായിട്ട് എന്ത് ചെയ്യാം? മുഴുവൻ പഠിക്കാം. ഓക്കെ. എക്സാമിന് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് എന്തായാലും പഠിക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ് ഫ്രൂട്ട്സ്, അറിയാവുന്ന കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ. സോ ഫ്രൂട്ട്സ്, vegetables, then pet animals and domestic animals. Sorry, pet animals and wild animals. Okay. Just a second. Okay. So fruits ഉം വെജിറ്റബിൾസും പഠിക്കാം. മിസ് ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയും നോക്കാതെ കുറെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് പറയാം. പിന്നെ വൈൽഡ് ആനിമൽസും പെറ്റ് ആനിമൽസും പഠിക്കാം. ഏതാണ് വൈൽഡ് ആനിമൽസ്, ഏതാണ് പെറ്റ് ആനിമൽസ്? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഏതെങ്കിലും ആനിമൽസിന്റെ പേരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് എന്തായിരിക്കണം? വൈൽഡും പെറ്റും തന്നെ ആയിരിക്കണം കേട്ടോ. ജൂഡ് ആൻഡ് ആലിയ രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്തേ. സോ ദെൻ പിന്നെ നമ്മള് റൂംസ് ഇൻ എ ഹൗസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റൂംസ് ഇൻ എ ഹൗസ് ഏതൊക്കെയാണ് റൂംസ്? വളരെ ഈസി ആണല്ലേ റൂംസ് ഇൻ എ ഹൗസ്. ഏതൊക്കെ റൂംസാ ഉള്ളത്? പിന്നെ ഏതാണ്? ബോഡി പാർട്സ് നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചു അല്ലെ? ബോഡി പാർട്സ് ഒക്കെ പഠിച്ചു. പിന്നെ അത് കൂടാതെ ഹൗ ടു കീപ് ഓൾവേസ് ക്ലീൻ, എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെയാണ് എക്സാമിന് ഉണ്ടാവുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പെറ്റ് ആനിമൽ, വൈൽഡ് ആനിമൽസ്. പിന്നെ ഏതൊക്കെ റൂംസ്, ഇമ്പോർട്ടന്റ് റൂംസ് ഇൻ എ ഹൗസ്. പിന്നെ how to keep always clean, that means keeping clean always. Okay. ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം. മിസ് ഏതെങ്കിലും ഡൊമസ്റ്റിക് ആനിമൽസിന്റെ ഒക്കെ പേര് ചോദിക്കുമ്പോ ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിട്ട് പഠിക്കാം കേട്ടോ. ഏതാണ് വൈൽഡ്, ഏതാണ് ഡൊമസ്റ്റിക് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നന്നായിട്ട് ഇന്നോട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. എക്സാമിന് മുമ്പ് നമുക്കിനി ക്ലാസ് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് മിസ് ഇന്ന് തന്നെ പറഞ്ഞത്. എക്സാമിന് മുമ്പ് ഇനിയിപ്പോ സാറ്റർഡേ ആണല്ലോ ഒരു ക്ലാസ് വരുന്നത്. സാറ്റർഡേ ക്ലാസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അന്ന് എന്താണ് ഒക്ടോബർ 2 പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ഓൺലൈൻ അസംബ്ലി ഉണ്ട്. അപ്പോ എന്താണ് ചിലപ്പോ പിന്നെ അന്ന് ക്ലാസ് ഉണ്ടാവില്ല. അതുകൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാ. ടൈം നിങ്ങളുടെ ഈ ടൈം തന്നെയാണ്. ഈ ടൈമിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോ മിസ് സൂമിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓഡിയോ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. നമുക്ക് നിങ്ങൾ എഴുതാനൊക്കെ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? റിട്ടേൺ ഫോമിൽ നടത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ അങ്ങനെ നടത്താം. പക്ഷെ EVS വലിയ വേർഡ്സ് ആണ് വരുന്നത് അല്ലേ? ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്ന പോലെ ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ മിസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് വലിയ വേർഡ്സ് ആണ്. ചിലപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം, നമുക്ക് ഓറൽ തന്നെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പേരൻസിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാം മുഴുവൻ പഠിച്ച് മിസ്സിന് പറഞ്ഞു കേൾപ്പിക്കാം കേട്ടോ.